ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ക്രിയേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോ വാട്ടർ എനർജി പാഡ്, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് അതിന്റെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു കൊടുക്കുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സോണിയ. ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് പ്രൊഡക്റ്റുകള് നിങ്ങളെ പോലെ തന്നെ വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ മുൻ വീഡിയോകളുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വീഡിയോയും ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മുൻ വീഡിയോകളൊക്കെ എല്ലാവരും ആവശ്യമുള്ളവർ ഒന്ന് കാണുക, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിന്റെ ശേഷം മാത്രം പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കുക. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നമുക്ക് പറ്റുമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രം വാങ്ങിക്കുക. ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടും അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടൊന്നും വാങ്ങിക്കണ്ട. നമുക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്കത് ആവശ്യമുണ്ട്, നമുക്ക് വേണം തോന്നിയാലേ നമ്മളത് വാങ്ങി ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഒരു മരുന്നല്ല, തികച്ചും ബാഹ്യമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഒരു മാഗ്നറ്റിക് തെറാപ്പി. ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾക്ക് 0 സൈഡ് എഫക്റ്റ് ആണ്. അത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആരും ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യവും ഇല്ല. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് യോഗ്യമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ആവശ്യമായ വിധത്തിലാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം മാഗ്നറ്റ് പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വാട്ടർ എനർജി പാഡ്, അപ്പൊ ഈ വാട്ടർ എനർജി പാഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളില് 30 മാഗ്നറ്റ് ആണുള്ളത്. 30 മാഗ്നറ്റ്. ഇത് പേര് പോലെ തന്നെ വാട്ടർ എനർജി പാഡ്, അതായത് വാട്ടർ ബോട്ടിലിന്റെ മുകളിൽ കെട്ടിവെക്കുന്ന ഒരു പാഡ്. പക്ഷെ ഇതിന് വ്യത്യസ്തമായ ഉപയോഗങ്ങളും ഉണ്ട്. ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഇതിങ്ങനെ ബോട്ട്, ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ചെറിയ ബോട്ടിലാണെങ്കിൽ എങ്ങനെ കിട്ടും, വലിയ ബോട്ടിലാണെങ്കിൽ എങ്ങനെ കിട്ടും എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒന്നും ഒരു പ്രശ്നവും വരുന്നില്ല. ഞാൻ ഇതിന് മുമ്പ് ഇതുപോലെ തന്നെ കെട്ടി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ രീതിക്ക് തന്നെ നമ്മൾ ഇതിനെ കെട്ടിവെക്കുക. ണ്ടോ, ഈ രീതിയിൽ തന്നെ നമ്മളിത് കെട്ടിവെക്കുക. ഈ രീതിയിൽ തന്നെ കെട്ടിവെച്ചിട്ട് നമ്മൾ എന്താ പറയുക, 20 മിനിറ്റിന്റെ ശേഷം നമ്മുടെ വീട്ടിലെ തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ശുദ്ധമായ കിണർ വെള്ളം ലഭിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എടുത്തിട്ട് ബോട്ടിൽ ഒഴിക്കുക. എന്നിട്ട് 20 മിനിറ്റ് നേരം നമ്മളിങ്ങനെ കെട്ടിവെക്കുക. കെട്ടിവെച്ചതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളപ്പോ ഇത് എടുക്കുക. ബോട്ടിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. എടുത്തതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഇത് വേറെ ഒരു കപ്പിലേക്ക് നമ്മുടെ ഈ വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുടിക്കുക. വീണ്ടും നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം നിറയ്ക്കുക. നല്ല പോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ വാട്ടർ എനർജി പാഡിന്റെ ഉള്ളിൽ വീണ്ടും ഇറക്കി വെക്കുക. അങ്ങനെ ചെയ്യുക. ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ച് വെള്ളം ഒഴിക്കുക, ഇതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ മറയ്ക്കുക. അത് നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം നഷ്ടപ്പെടും. അതിനുള്ള ഇടവരാതെ നമ്മൾ എല്ലാവരും നോക്കണം. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇതിന്റെ ഉള്ളിൽ വെള്ളം എടുത്ത് ഇങ്ങനെ വെക്കും, 20 മിനിറ്റ് ഒക്കെ വെക്കും. വീട്ടിൽ നിന്ന് ആരെങ്കിലും ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ബോട്ടിലേക്ക് ഇതിന്റെ ഉള്ളിലെ വെള്ളം കൊടുത്തു വിടും. വൈകുന്നേരം വരെ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടും. അപ്പൊ അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇത് ഈ രീതിയിൽ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുത്തു വിട്ടിട്ടൊന്നുമുള്ള ഒരു എന്താ പറയാ കാര്യത്തോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ കമ്പനി നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാം രീതിയിൽ ഗുണങ്ങൾ ഉണ്ടാവുന്നു നമുക്കറിയാം. ഇതിപ്പം 20 മിനിറ്റ് നേരം കെട്ടിവെക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് മാഗ്നറ്റൈസ്ഡ് വാട്ടറായി മാറുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഉള്ളിൽ 30 മാഗ്നറ്റ് ആണുള്ളത്. 20 മിനിറ്റ് വരെ ഇങ്ങനെ കെട്ടിവെച്ച് കഴിയുമ്പോൾ ഇത് മാഗ്നറ്റൈസ്ഡ് വാട്ടറായി മാറും. അതായത് വെള്ളത്തിന്റെ സ്ട്രക്ചർ ഡിവൈഡ് ചെയ്യും. വെള്ളത്തിന്റെ സ്ട്രക്ചർ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അതിന്റെ സാന്ദ്രത, അതായത് കട്ടി കുറയും. കട്ടി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള pH ലെവലിലേക്ക് ഈ വെള്ളം മാറും. ശരീരത്തിന് ആവശ്യമുള്ള ഒരു ന്യൂട്രിയന്റ് ആയിട്ട് ഇത് മാറും. നമ്മുടെ സെല്ലുകൾക്കൊക്കെ അപ്പൊ ഈ വെള്ളത്തെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് സെല്ലുകളുടെ ന്യൂട്രിയന്റ് ആയിട്ട് മാറുകയാണ്. ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ശരീരത്തിൽ 70% വെള്ളമാണ്. നമ്മളൊക്കെ ഇന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒന്നെങ്കിൽ ഡെഡ് വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ അസിഡിക് വാട്ടർ ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ കുടിക്കുന്നു, വെറുതെ വേസ്റ്റ് ആയിട്ട് പുറത്തു പോകുന്നു.
യാതൊരുവിധ ഗുണങ്ങളും കിട്ടുന്നില്ല എന്ന് വേണം പറയണമെങ്കിൽ. അപ്പൊ നമ്മള് എന്ത് ചെയ്യുക, ഈ രീതിയിൽ വെള്ളം എടുത്ത് വെച്ച് കുടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ന്യൂട്രിയന്റ് ആയിട്ട് അത് മാറിയിട്ട് നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ തരുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിക്കുകളെ എല്ലാം അത് പുറന്തള്ളും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസിഡിക് വാട്ടറോ ഡെഡ് വാട്ടറോ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല. നമ്മൾ വെള്ളം കുടിക്കുന്നു എന്നുള്ളൂ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ കിട്ടുന്നില്ല. അപ്പൊ ഈ വാട്ടർ കുടിക്കുന്ന വകയില് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു സീറോ സൈഡ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഭയങ്കര പണി കിട്ടും, അത് അങ്ങനത്തെ വാട്ടറാണ്, അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ ഒന്നുമില്ല, അറിവില്ലായ്മയാണ് അതൊക്കെ. മാഗ്നറ്റൈസ്ഡ് വാട്ടർ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് പഠിക്കുക, അതിന്റെ ഗുണങ്ങളെ പറ്റി ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊഡക്റ്റ് നനഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് വെള്ളം കുടിക്കുമ്പോൾ ചുമയ്ക്കുന്നു, വല്ലാതെ ചുമ വരുന്നുണ്ട്, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നീർക്കെട്ടിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വീട്ടിൽ വെള്ളം എടുത്തിട്ട് ഞാനൊക്കെ എന്താ പറയാ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന വെള്ളം എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം വെള്ളം എടുത്ത് നല്ല പോലെ തിളപ്പിച്ച് ആറും. അപ്പൊ തന്നെ അത് ഡെഡ് വാട്ടർ ആയി മാറി, പക്ഷെ വേറെ വഴിയില്ല. അതിന് ശേഷം നമ്മൾ ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കും. എന്നിട്ട് നമുക്ക് വെള്ളം കുടിക്കണമല്ലോ. ആ കുടിക്കുന്ന സമയത്ത് ഞാൻ അതെടുത്തിട്ട് ചൂടാക്കിയിട്ടാണ് കുടിക്കാറ്. അങ്ങനെ തണുത്ത വെള്ളം ഞാൻ കുടിക്കാറില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് തണുപ്പ് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ചൂടോടെയാണ് കുടിക്കാറ്. എന്നിട്ട് ഞാൻ എത്രയെല്ലാം കാര്യത്തിന് റിസൾട്ട് എടുത്തു. അപ്പൊ ചൂടാക്കുന്ന വകയിൽ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് പറയാനില്ല, ഞാൻ എന്റെ അഭിപ്രായം പറയാണ്. ഞാൻ ഒരുപാട് അതിനെപ്പറ്റി ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറയാറുണ്ട് തണുത്തത് കുടിക്കുകയാണെങ്കിൽ ബെറ്റർ അതാണ്, പക്ഷെ ചൂട് കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കുഴപ്പമില്ല. ചായയും കാപ്പിയും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ വാട്ടർ എടുത്തോളാൻ പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ചെടികള്, നമ്മുടെ വീട്ടിലിപ്പോ പൂച്ചയോ പട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതുങ്ങൾക്ക് കുടിക്കാനും ഒക്കെ നമുക്ക് ഈ വാട്ടർ കുടിക്കാം. അപ്പൊ എല്ലാവർക്കും ഇത് അത്രയും നല്ലതാണ്. അപ്പൊ ഈ വാട്ടർ എനർജി പാഡ് അല്ലെങ്കിൽ ഈ വാട്ടർ എനർജി പാഡ് ചുറ്റിയ മാഗ്നറ്റൈസ്ഡ് വാട്ടർ, ഇതിന്റെ ഒക്കെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം വെച്ചാല് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്ന് എടുത്തു പറഞ്ഞത്. പിന്നെ അടുത്തത് പറയാറുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് വ്യത്യസ്തമായ ഉപയോഗം ഉണ്ടെന്ന്. വെരിക്കോസ് ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കാല് വേദന, മുട്ടുവേദന, കൈവേദന എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യണോ, ഇങ്ങനെ വെച്ചിട്ട് ആ വേദനയുള്ള ഭാഗത്ത് കെട്ടിവെക്കുക. ഇതേപോലെ, ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ കയ്യിൽ കട്ടി കാണിച്ചതാണ്. ഇതുപോലെ തന്നെ വേദനയുള്ള ഭാഗങ്ങളിൽ, കാലിലാണെങ്കിൽ കാല്, വെരിക്കോസിന്റെ വേദനയാണെങ്കിൽ അവിടെ അങ്ങനെ കെട്ടിവെക്കുക. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് വേറെയും പിന്നെ ഉപകാരം കിട്ടി. അപ്പൊ നമുക്ക് പകല് വെള്ളവും കുടിക്കണം, അത് കെട്ടുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയോ, വേദനയാണ് പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് വാങ്ങിക്കും, വെള്ളത്തിന്റെ സെഷനെ അങ്ങോട്ട് മാറ്റി വെക്കും, പ്രൊഡക്റ്റ് എടുത്ത് കാലിൽ കെട്ടും, ബ്രേസ്ലെറ്റ് കയ്യിൽ കെട്ടും, മാട്രസിൽ കിടന്നുറങ്ങും, വെള്ളം കുടിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ പറയാ റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നത് വെറുതെയാ. വെള്ളത്തിന്റെ പ്രാധാന്യം ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടറിന്റെ പ്രാധാന്യം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്രയ്ക്ക് ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഇത്. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കണം. എന്ത് ചെയ്യണമെന്നറിയോ, ഇപ്പൊ കാലിന് വേദന ഉണ്ടെന്ന് വെക്കേ, രാത്രി കിടക്കാൻ നേരത്തെ കാലിൽ കെട്ട്. അല്ലെങ്കിൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ TV ഒക്കെ കണ്ടിരിക്കില്ലേ, വെള്ളമൊക്കെ ഒരു 7 മണി ആകുമ്പോഴത്തേക്ക് എല്ലാരും കുടിച്ച് തീർക്കൂലേ. ആ സമയത്ത് പിന്നെ ഇതെടുത്ത് കാലിൽ കെട്ടി വെക്കുക, അല്ലെങ്കിൽ കയ്യിൽ കെട്ടുക, അങ്ങനെ ചെയ്യുക. അല്ലാതെ വേദന എന്നാ അങ്ങ് കുറഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ട് ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ വാട്ടർ എനർജി പാഡ് അങ്ങനെയുള്ള ആവശ്യങ്ങളിലേക്ക് എടുത്തിട്ട് പിന്നെ വെള്ളം കുടിക്കാത്തൊരവസ്ഥയിലേക്ക് വരരുത്. റിസൾട്ട് കിട്ടൂല, വെറുതെയാണ്. പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഗുണമില്ല എന്ന വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾ പറയും. അതിനുള്ള ഒരു ഇത് വരുത്തരുത് ആരും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ ഉപയോഗിക്കുക. ഇത് വാട്ടർ ബോട്ടിലിന്റെ മുകളിൽ ചുറ്റി വെച്ച് 20 മിനിറ്റിന് ശേഷം ആ വെള്ളം നമ്മൾ കുടിക്കുക. അത് നമ്മൾ 7 മണിയൊക്കെ ആകുമ്പോൾ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ, നമുക്ക് വേദനയൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലേക്ക് ഇത് എടുക്കുക. ഇനി അതല്ല സാധിക്കുന്നവർ എന്ത് ചെയ്യുക, ഇതുപോലത്തെ എക്സ്ട്രാ ഒരെണ്ണം കൂടെ വാങ്ങിക്കുക. എന്നിട്ട് വെള്ളവും കുടിച്ചോ കാലിൽ കെട്ടിയും വെച്ചോട്ടെ ടൈമിലൊക്കെ. അപ്പൊ ഇനി റിസൾട്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ ബയോട്ടോറിയത്തിന്റെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളെല്ലാം
റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണം എന്നതും എല്ലാ പ്രോഡക്റ്റും ഉപയോഗിക്കണം എന്നതും നിർബന്ധം തന്നെയാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിച്ചിട്ട് ഷുഗർ മാറിയില്ല, കൊളസ്ട്രോൾ മാറിയില്ല എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ്, അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്താണ്, അതിന്റെ ആവശ്യം എന്താണ്, അതപ്പോ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഇതൊക്കെ ഇപ്പൊ മനസ്സിലായി. അപ്പോൾ കുറെ പേര് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അത് കാലിൽ മാത്രം കെട്ടിയാൽ പോരെ, വെള്ളം കുടിക്കണമെന്ന് നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ രണ്ട് ഉപയോഗങ്ങൾക്കും എങ്ങനെയാണ് അത് എടുക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ ഈ ബയോട്ടോറിയമായിട്ട് സംബന്ധിക്കുന്ന ഇതുപോലെയുള്ള മറ്റ് ഇൻഫോർമേഷനുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അച്ചൂസ് ക്രിയേഷൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.